ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷിതാക്കളുടെ സംഘടനയായ എറണാകുളം ജില്ലാ പരിവാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ കളക്ടറേറ്റിനു മുൻപിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണയും റാലിയും സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തോയിടൻ നിർവഹിച്ചു. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷിതാക്കളുടെ സംഘടനയായ എറണാകുളം ജില്ലാ പരിവാറിന്റെ നേതൃത്വത്തിലാണ് ഭൗതിക ഭിന്നശേഷി വിഭാഗത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ കളക്ടറേറ്റിനു മുൻപിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണയും റാലിയും നടത്തിയത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ സംഘടനയാണ്. അതിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടതും എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ലഭ്യമാക്കേണ്ട ഒരു സമൂഹമാണ് നമ്മുടെ ഡിസബിലിറ്റിയുള്ള നമ്മുടെ കുട്ടികളുടെ സമൂഹം. നമ്മളിപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കിയോസ്കിന്റെ പദ്ധതി ജില്ലാ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-40 പേർക്കെങ്കിലും ഈ വർഷം കൊടുക്കാൻ കഴിയുന്നതിന് നമ്മൾ അതിൻ്റെ ഒരു കൊട്ടേഷൻ വിളിച്ചിരിക്കുകയാണ്, ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ഈ കിയോസ്ക് ചെറിയ ലോട്ടറി കിയോസ്ക് അപ്പോൾ എല്ലാവർക്കും മുച്ചക്ര വാഹനം ഓടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ ഒരു കടയിൽ കൊണ്ടിരുത്തിയാൽ അവിടെ ഇരുന്ന് ലോട്ടറി വിൽക്കാൻ കഴിയുന്ന അങ്ങനെ ആരോഗ്യമുള്ളവരുണ്ടാകണം. അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ ഒരു സംവിധാനം കൃത്യമായ ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് ഓരോരുത്തരുടെയും ഇതിൻ്റെ ഡിസബിലിറ്റിയുടെ അനുസൃതമായി അവരെയൊക്കെ നമുക്ക് എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് നന്നായി അവർക്ക് സ്വയം പര്യാപ്തതയിൽ കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കൃത്യമായി പഠനം നടത്തി നമുക്ക് ആ മേഖല ഇടപെടണം. എറണാകുളം ജില്ലാ പരിവാർ ട്രഷറർ എം.എ. ലാലു, പ്രസിഡന്റ് ജയ മാധുരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സെക്രട്ടറി ഷിജി സജീവൻ, വർക്കിംഗ് പ്രസിഡന്റ് കെ.വി. ഷിബു, കമ്മിറ്റി അംഗം പുരുഷോത്തമൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.